നമസ്കാരം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇത്രയും കാലം പിടിച്ചു നിന്നത് ഗുണ്ടായിസത്തിലൂടെയായിരുന്നു. സമാനതകളില്ലാത്ത ഗുണ്ടായിസമായിരുന്നു ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രത്യേകത. അത് അവർ CPM നിന്ന് പഠിച്ചതുമാണ്. CPM നേതാവ് സുഭാഷ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ബൈക്ക് ബ്രിഗേഡും ഹർമാദ് വാഹിനി എന്ന യുവാക്കളുടെ കൊലവെറി സംഘവും കാലവരിക്കയച്ചത് ആയിരങ്ങളെയാണ്. എന്നാൽ CPM അധികാരം പോയതോടെ ഈ ഗുണ്ടാ സംഘങ്ങൾ ഒന്നടങ്കം തൃണമൂലിലേക്ക് മാറി. പിന്നെ അവരുടെ ഭരണമായി. ഒരു പ്രശ്നമുണ്ടായാൽ ബൈക്ക് ബ്രിഗേഡ് നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തി അടിച്ചു നിർത്തിക്കളയും. ഓരോ തെരഞ്ഞെടുപ്പിലും നിരവധി മരണങ്ങളുമുണ്ടായി. ബംഗാളിലെ മുൻപത്തെ സാഹചര്യം ഇങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ബംഗാൾ ഇപ്പോൾ ക്ലീൻ ആവുകയാണ്. ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP ഭരണം വന്നതോടെ ഈ ഗുണ്ടകൾ പലരും നാടുവിട്ടിരിക്കുകയാണ്. പലരും അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി. ചിലർ ബംഗ്ലാദേശിലേക്ക് തന്നെ മുങ്ങി. സന്ദേശ് ബാലിയുടെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത തൃണമൂൽ ഗുണ്ടകൾ കൂട്ടത്തോടെ മുങ്ങിയിരിക്കുകയാണെന്നും ബംഗാൾ മാധ്യമങ്ങൾ പറയുന്നു. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് ഇസ്ലാമിക സംഘടനകളും ബംഗാളിൽ അഴിഞ്ഞാടിയിരുന്നു. മുർഷിദാബാദ്, മാൽഡ എന്നിങ്ങനെയുള്ള മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പലതവണയാണ് ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെട്ടത്. ജനിച്ച നാട് വിട്ടുപോകാൻ അവർ നിർബന്ധിതരുമായി. അപ്പോഴൊന്നും മമത ഒരു നടപടിയും എടുത്തിരുന്നില്ല. സകല മേഖലകളിലും ഇസ്ലാമിസ്റ്റുകൾ ഇടപെട്ടു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ മാറി. ഗുണ്ടകൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ പോലീസ് അവിടെ നൽകുന്നത്. പോലീസ് തങ്ങളുടെ നടപടികളും കടുപ്പിക്കുകയാണ്. ഹൗറയിലെ കുപ്രസിദ്ധ ഡോൺ ആകാശ് സിംഗിനെ തെരുവിലൂടെ അർദ്ധനഗ്നനായി നടത്തിച്ചായിരുന്നു പോലീസിന്റെ തുടക്കം. പോലീസിന് നേരെ വെടിവെപ്പും ബോംബേറും നടത്തിയ കേസിലെ പ്രതിയായിരുന്നു ഇയാൾ. 20-ലേറെ ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ഗുണ്ടാ സംഘങ്ങൾക്ക് നൽകുന്ന കടുത്ത സന്ദേശം കൂടിയാണ് പോലീസിന്റെ ഈ നടപടി. കള്ളിനിക്കറും വെള്ള ബനിയനും ധരിച്ചുകൊണ്ടുള്ള ആകാശ് സിംഗ് അപമാന പരേഡ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 2021 ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയും 20-ലധികം ക്രൂഡ് ബോംബുകൾ എറിയുകയും ചെയ്തിരുന്നു. സ്ഥിരം കുറ്റവാളിയാണ് ഇയാൾ. തൃണമൂൽ നേതാക്കളുടെ പിന്തുണയോടെയായിരുന്നു ഇയാളുടെ ഗുണ്ടാ പ്രവർത്തനം. അതിനാൽ കൺമുന്നിൽ അഴിഞ്ഞാടിയിട്ടും ആകാശ് സിംഗിനെ തൊടാൻ പോലീസുകാർ ധൈര്യപ്പെട്ടിരുന്നില്ല. സാധാരണക്കാരായ കടയുടമകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതായിരുന്നു ഇയാളുടെ രീതി. എന്നാൽ തൃണമൂൽ നേതാക്കളുടെ ഉറ്റതോഴനായതിനാൽ പോലീസിൽ പരാതി നൽകാൻ പോലും പ്രദേശവാസികളും ഭയന്നു. സൗത്ത് ഹൗറയിലെ സംഗ്രയിൽ പ്രദേശത്ത് ഷഹീൻ മല എന്നയാളെയും പോലീസ് സമാനമായ രീതിയിൽ പൊതുമധ്യത്തിലൂടെ നടത്തിച്ചു. MLA പ്രിയപാലിന്റെ പേരിൽ വൻതോതിൽ പണം തട്ടിയതിനാണ് ട്രാഫിക് ഹോംഗാർഡായിരുന്ന മുല്ലയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ ഷിപ്പൂർ സ്റ്റേഷനിലെ പോലീസും ഷമീം അഹമ്മദ് ബാഡെ എന്ന കുപ്രസിദ്ധ ഗുണ്ടയും ഇതേ രീതിയിൽ പരസ്യമായി നടത്തിച്ചു. ഇതിനിടെ ഇന്ത്യ വിട്ടുപോയില്ലെങ്കിൽ സർക്കാർ തിരഞ്ഞുപിടിച്ച് തടങ്കൽ പാളയത്തിലേക്ക് മാറ്റുമെന്നും നാടുകടത്തുമെന്നുമുള്ള മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഭീഷണിയെ തുടർന്ന് ബംഗ്ലാദേശിലേക്കുള്ള അതിർത്തിയിലേക്ക് ജനപ്രവാഹമെന്നാണ് റിപ്പോർട്ടുകൾ. മതിയായ രേഖകളില്ലാതെ ഇന്ത്യയിൽ കഴിഞ്ഞിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങളാണ് നോർത്ത് 24 പർഗനാസിലെ ബിദാരി ഹക്കീംപൂർ അതിർത്തിയിലേക്ക് എത്തിയതെന്നാണ് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ തുരത്താൻ BJP സർക്കാർ ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട് പദ്ധതി നടപ്പിലാക്കുകയാണെന്ന വ്യാപക പ്രചാരണത്തെ തുടർന്നാണ് ഗുണ്ടകളും നുഴഞ്ഞുകയറിയവരും പരിഭ്രാന്തരായത്. സുവേന്ദു അധികാരിയുടെ ഉത്തരവിറങ്ങി 48 മണിക്കൂറിനകമാണ് 2 തടങ്കൽ കേന്ദ്രങ്ങൾ ബംഗാളിൽ ഉയർന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശി പൗരന്മാരെന്ന് സംശയിക്കുന്ന 12 പേരെ അധികൃതർ കണ്ടെത്തുകയും ഇവരെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ കുടിയേറ്റക്കാരായിരുന്നു മമതയുടെ മറ്റൊരു തുറുപ്പുചീട്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ച മമതയും തൃണമൂലും എല്ലാവർക്കും ആധാറും ഇലക്ഷൻ ID-യും റേഷൻ കാർഡും ശരിയാക്കി കൊടുത്തു. സുപ്രീം കോടതി വിമർശിച്ചിട്ട് പോലും ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടാനുള്ള ഭൂമി ഏറ്റെടുത്തിരുന്നില്ല. പക്ഷേ ഇതിലും ധീരമായ നടപടിയാണ് സുവേന്ദു സർക്കാർ കൈക്കൊണ്ടത്. ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനധികൃത കുടിയേറ്റം തടയുന്നതിനുമായി പശ്ചിമ ബംഗാൾ സർക്കാർ നിരവധി കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട് എന്ന 3 D ആണ് സുവേന്ദുവിൻ്റെ നയം. CAA പ്രകാരം പൗരത്വത്തിന് അർഹതയില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യാനും BSFന് കൈമാറി നാടുകടത്താനുമുള്ള ലക്ഷ്യമിട്ടുള്ള പുതിയ നയം സുവേന്ദു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തടങ്കലിലാകുന്ന അനധികൃത വിദേശികളെ താമസിപ്പിക്കുന്നതിനായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പ്രത്യേകം ഹോൾഡിംഗ് സെന്ററുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയുള്ള അനധികൃത കടന്നുകയറ്റവും കള്ളക്കടത്തും പൂർണ്ണമായി തടയുന്നതിനായി 5 അതിർത്തി ജില്ലകളിലായി 27 കിലോമീറ്റർ ഭാഗത്ത് വേലി നിർമ്മിക്കാൻ ഭൂമി കൈമാറാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. മദ്രസകൾക്ക് ധനസഹായം നൽകിയതടക്കമുള്ള മതം വെച്ചുള്ള കളിയായിരുന്നു മമതയുടെ മറ്റൊരു ടെക്നിക്. എന്നാൽ BJP സർക്കാർ ഇതും തീർത്തു. സംസ്ഥാനത്ത് മതം അടിസ്ഥാനമാക്കിയുള്ള വെൽഫെയർ സ്കീമുകൾ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ രജിസ്ട്രേഷനുള്ള മദ്രസകൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായങ്ങൾ നിർത്തലാക്കാനും ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. കൊൽക്കത്ത, ഹൗറ, അസൻസോൾ, 24 പർഗനാസ് തുടങ്ങിയ ജില്ലകളിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കുമെതിരെയും ബുൾഡോസർ ഉപയോഗിച്ചുള്ള കർശന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.